വെൽക്കം ഹോളി സ്പിരിറ്റ്, പ്രൈസ് ഗോഡ്, ആവേ മരിയ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെ ഒത്തിരി പേര് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണെന്നുണ്ടെങ്കിലും കൊന്ത ചെല്ലും അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കത് പലപ്പോഴും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കത് പല സമയത്തും സാധിക്കാതെയൊക്കെ വന്നിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ ഈ മാലാഖമാരുടെ കൂടെ നമ്മൾ കൊന്ത ചെല്ലുന്ന ആ ഒരു കാര്യം അറിഞ്ഞത്. അപ്പം അത് എനിക്ക് ശരിക്കും അതെന്നെ ടച്ച് ചെയ്തു. അതെനിക്ക് ശരിക്കും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൊന്ത ചൊല്ലാനായിട്ട് എന്നെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. നവവൃന്ദം മാലാഖമാരുടെ കൂടെ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത്, അതായത് ഒരു ഡെക്കേഡ് കൊന്ത നമ്മൾ ചെല്ലുമ്പം ആ 10 നന്മ നിറഞ്ഞ മറിയമേ, ആദ്യത്തെ 9 നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ നവവൃന്ദം മാലാഖമാരുടെ കൂടെ ചേർന്ന് ചൊല്ലുന്നു. ലാസ്റ്റ് 10ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ സകല വിശുദ്ധരോടും സ്വർഗ്ഗവാസികളോടും കൂടെ ചേർന്ന് ചൊല്ലുന്നു. ശരിക്കും ഇങ്ങനെ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പം ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ട്. അതാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമുക്ക് ഇങ്ങനെ കൊന്ത ചൊല്ലാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യം. ഈ 9 വൃന്ദം മാലാഖമാരുടെ കൂടെയാണ് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത് എന്നുള്ള ആ ഒരു ബോധ്യമാണ്. അതായത് ഒരു വൃന്ദം എന്ന് പറയുന്നത് 100 കോടിയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ഓരോ നന്മ നിറഞ്ഞ മറിയമേ ഓരോ വൃന്ദം മാലാഖമാരുടെ കൂടെ ചേർന്ന് ചെല്ലുമ്പം നമ്മൾ 100 കോടി മാലാഖമാരുടെ കൂടെ ചേർന്നിട്ടാണ് ഒരു നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുന്നത്. അപ്പം ലക്ഷക്കണക്കിന് നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ കാഴ്ചവെക്കുന്നത്. അത്രയും അത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രമാത്രം ജപമാലയുടെ ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്നതെന്ന്. അപ്പം ഒന്നാമത്തെ കാര്യം, ഒരിക്കലും എണ്ണം തെറ്റി പോകത്തില്ല. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലൊക്കെ പരിശുദ്ധ അമ്മയുടെയും ഈ മാലാഖമാരുടെയൊക്കെ ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. അതും ഈ ഓരോ വൃന്ദം മാലാഖമാർക്കും ഓരോ പ്രത്യേകതകളാണല്ലോ. ശരിക്കും മാലാഖമാരുടെ രാജ്ഞിയാണല്ലോ പരിശുദ്ധ അമ്മ. അപ്പം നമ്മൾ ആ ഒരു രീതിയിൽ ഇതുപോലെ കൊന്ത ചൊല്ലാനായിട്ട് ട്രൈ ചെയ്തേക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ആ ഒരു അത് എത്രയും ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത്. ഇല്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഇങ്ങനെയാണത്. നമ്മൾ സ്വർഗസ്നായ ചൊല്ലി ജപമാല രഹസ്യം നമ്മൾ ധ്യാനിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വർഗസ്നായ ചൊല്ലി ആദ്യത്തെ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ചൊല്ലുവാണ് 1ാം വൃന്ദം മാലാഖമാരുടെ കൂടി ചേർന്ന്. ഈ 1ാം വൃന്ദം മാലാഖമാരെന്ന് പറയുന്നത് സ്രാഫേന്മാരാണ്. സ്രാഫേന്മാർ സ്തുതിപ്പിൻ്റെ കൃപ നൽകുന്നവരാണ്. അപ്പം നമ്മളിങ്ങനെ മനസ്സിൽ കാണണം, നമ്മൾ ആ ഒരു ഈ സ്രാഫേന്മാർ ഒരു വയലറ്റ് ഷെയ്ഡുള്ള മാലാഖമാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സ്തുതിപ്പിൻ്റെ കൃപ നമുക്ക് നൽകുന്നവരാണ് ഇവർ. അപ്പം ഇവരുടെ ഇടയിൽ നമ്മൾ നിന്ന് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. അപ്പം നമുക്ക് സ്തുതിപ്പിൻ്റെ കൃപ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സമയത്ത് കിട്ടുക ചെയ്യുന്നത്. അതുപോലെ 2ാം വൃന്ദം മാലാഖമാരെന്ന് പറയുന്നത് ക്രോവേന്മാരാണ്. അപ്പം ഇവർ പരിശുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന മാലാഖമാരാണ് ക്രോവേന്മാർ. അപ്പം ക്രോവേന്മാരുടെ കൂടെ ചേർന്ന് നമ്മൾ 2ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക. 3ാം വൃന്ദം മാലാഖമാർ ഭദ്രാസനന്മാരാണ്. ഇവർ ദൈവിക ശ്രവണം നൽകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഈശോയുടെ എന്തെങ്കിലും ആലോചനയൊക്കെ ചോദിക്കണം, അല്ലെങ്കിൽ ഈശോയുടെ സ്വരം നമുക്ക് കേൾക്കണം, ദൈവസ്വരം നമുക്ക് കേൾക്കണം, ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാലാഖമാരുടെ കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലണം. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെയാണ് നമ്മൾ 3ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ നമ്മളത് ഭദ്രാസനന്മാരുടെ കൂടെ ചേർന്നിട്ട് നമുക്ക് ചൊല്ലാൻ പറ്റുമേ. അതുപോലെ അധികാരികളാണ് 4ാം വൃന്ദം മാലാഖമാർ, അധീശന്മാർ. ഇവർ ദൈവിക അധികാരം പ്രതിഫലിപ്പിക്കുന്നവരാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യത്തിലും അധികാരം കർത്താവിന് മാത്രമാണ്. ദൈവത്തിന് അധികാരം കൊടുക്കുന്ന ആ ഒരു ടൈമാണിത്. പിശാചിൻ്റെ അധികാരം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാണ്ടാവുന്ന ആ ഒരു കൃപയും കൂടി നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ ഈ അധികാരികളുടെ കൂടെ ചേർന്നിട്ട് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിപ്പം പല പിശാചിൻ്റെ അധികാരങ്ങളും വിട്ടുപോയി, പല പൈശാചിക ബന്ധനങ്ങളിൽ നമുക്ക് മോചനം കിട്ടിയെന്നൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ടല്ലോ. ശരിക്കും നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുമ്പോൾ തന്നെ പിശാച് ശരിക്കും നരകം ഞെട്ടി വിറയ്ക്കും. അതാണ് സംഭവിക്കുന്നത്. അതുപോലെ 4ാം വൃന്ദം മാലാഖമാർ തത്വകന്മാരാണ്. ദൈവിക തത്വം നമുക്ക് വെളിപ്പെടുത്തി തരുന്നവരാണ്. നമ്മുടെ ഈ ലോകത്തിൻ്റെ ഒരുപാട് ഫിലോസഫേഴ്സിനെയൊക്കെ നമുക്കറിയാലോ. പല കാര്യങ്ങളിലും നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, പല കാര്യങ്ങളിലും ഇവർ പറയുന്ന ഫിലോസഫിയിലൊന്നും ഇവരുടെ ജീവിതം ഉറച്ചു നിന്നിട്ടില്ല.
അതുപോലെ പല ഫിലോസഫേഴ്സും ഒരുപാട് കാര്യങ്ങളിൽ ജീവിതത്തിൽ ഇവരുടെ ഫിലോസഫി തോറ്റുപോയേക്കുന്ന ഒരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് പല ഫിലോസഫേഴ്സിനെയും എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. അപ്പം ദൈവിക തത്വങ്ങൾ എന്നും സത്യമായിട്ട് നിലകൊള്ളുന്ന തത്വങ്ങളാണ്. അപ്പോൾ ഈ തത്വങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരുന്നവരാണ് തത്വകന്മാർ. അപ്പം നമ്മൾ ഈ ഒരു 5-ാം വൃന്ദം മാലാഖമാരുടെ കൂടെ ചേർന്നിട്ട് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പോൾ ദൈവിക തത്വം നമുക്ക് ഇങ്ങനെ വെളിപ്പെടുത്തി കിട്ടുവേ. അതുപോലെ 6-ാം വൃന്ദം മാലാഖമാർ ബലവാന്മാരാണ്. ദൈവകൽപ്പനകൾ നിറവേറ്റാൻ ബലം നൽകുന്നവരാണ് ബലവാന്മാർ. അപ്പം ശരിക്കും ഇവരുടെ കൂടെ നമ്മൾ കൊന്ത ചെല്ലുമ്പോഴേ നമുക്ക് കുമ്പസാരത്തിന് ഒരുങ്ങും കൂടി ചെയ്യാവേ. കുമ്പസാരത്തിന് ഒരുങ്ങാനായിട്ട് നമുക്ക് നമ്മുടെ ഈശോയുടെ തിരുമുറിവുകൾ, ഓരോ തിരുമുറിവുകളിലും 10 തിരുമുറിവുകൾ എടുത്തിട്ട് ഓരോ തിരുമുറിവുകളിലും നമുക്ക് നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി കാഴ്ചവെച്ച് നമുക്ക് കുമ്പസാരത്തിന് ഒരുങ്ങുകയും ചെയ്യാം. അതുപോലെ തന്നെ ഈ ബലവാന്മാരുടെ കൂടെ നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പം നമ്മൾ ആ ഒരു കൃപയും കൂടി ചോദിക്കണം. അടുത്ത കുമ്പസാരത്തിന് വേണ്ടിയിട്ട് എന്നെ ഒരുക്കണമെന്നും കൂടി നമുക്ക് മാതാവിനോട് പറയാം. അപ്പം ഇവരുടെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ഈ 6-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നത്. അതുപോലെ 7-ാം വൃന്ദം മാലാഖമാർ പ്രാഥമികന്മാരാണ്. ദൈവരാജ്യം സംരക്ഷിക്കുന്നവരാണ്. അപ്പം ഇവർ നമ്മളെ ദൈവരാജ്യത്തിന് അവകാശികളാക്കാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം വഹിച്ച് കർത്താവിനെ സ്തുതിക്കുന്ന ഒരു ടൈമാണ് നമ്മളിത് ഈ പ്രാഥമികന്മാരോട് കൂടിയിട്ട് നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുമ്പം സംഭവിക്കുന്നത്. 8-ാം വൃന്ദം മാലാഖമാരാണ് മുഖ്യദൂതന്മാർ, വിശുദ്ധ മിഖായേലൊക്കെ. ഇവർ ദുഷ്ടാരൂപികൾക്കെതിരെ എപ്പോഴും പോരാടുന്നവരാണ്. നമ്മൾ ഈ പൈശാചിക ശക്തികളിൽ നിന്നൊക്കെ നമ്മൾ വിടുതൽ കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ പിശാചിൻ്റെ ആക്രമണങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തു രക്ഷിക്കുന്ന മാലാഖമാരാണ് മുഖ്യദൂതന്മാർ. അപ്പം ഇവരോട് ചേർന്നിട്ടാണ് നമ്മൾ 8-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ചൊല്ലുന്നത്. അതുപോലെ 9-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ദൈവദൂതന്മാരോട് കൂടെ ചേർന്നാണ് ചൊല്ലുന്നത്. ദൈവമക്കളെ സംരക്ഷിക്കുന്നവരാണ് നമ്മുടെ കാവൽ മാലാഖമാർ. നമ്മുടെ കാവൽ മാലാഖ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ കാവൽ മാലാഖ ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊന്ന് നമ്മുടെ കാവൽ മാലാഖയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് കാവൽ മാലാഖയുടെ കൂടെ നമ്മൾ ദൈവത്തെ സ്തുതിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ കാവൽ മാലാഖ എപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന 9-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ചൊല്ലുമ്പം നമ്മുടെ കാവൽ മാലാഖയുടെ കൈ പിടിച്ചിട്ട് നമുക്ക് ചൊല്ലാനായിട്ട് സാധിക്കും. അതുപോലെ 10-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ സകല വിശുദ്ധരോടും സ്വർഗ്ഗവാസികളോടും കൂടെ ചേർന്ന നമ്മൾ ചൊല്ലുന്നത്. അപ്പം ഈ എല്ലാ വിശുദ്ധരും പരിശുദ്ധ അമ്മയുടെ തിക്ക് ഫ്രണ്ട്സാണല്ലോ. അപ്പോൾ നമ്മൾ സെൻറ്റ് ബെർണാഡൊക്കെ പരിശുദ്ധ അമ്മേനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തോമസ് അക്വിനാസ് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയെ പറ്റി മാത്രം 40 ദിവസം അല്ലേ, 40 ദിവസം പ്രസംഗിച്ചു എന്നാണ് പറയുന്നത്. ഒരു 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ആ ഒരു പ്രാർത്ഥനയെ പറ്റി 40 ദിവസം. അപ്പം തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ ആ ഒരു ശക്തിയും വലുപ്പവും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതെല്ലാം പറഞ്ഞേക്കുന്ന ഈ വിശുദ്ധരുടെ കൂടെ ചേർന്നിട്ടാണ് നമ്മൾ 10-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ നമ്മൾ ആ ഒരു കൊന്തയുടെ ഡെക്കേഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. എല്ലാ വിശുദ്ധരെയും കൂട്ടച്ചേർത്തി നിർത്തിയിട്ടാണ് നമ്മൾ 10-ാമത്തെ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി നമ്മൾ കാഴ്ചവെക്കുന്നത്. അതിനുശേഷം നമ്മൾ തൃത്വസ്തുതി ചൊല്ലി നമ്മൾ ഈ നന്മ നിറഞ്ഞ മറിയത്തിൻ്റെ ആ ഒരു ബൊക്കെ നമ്മളിങ്ങനെ പരിശുദ്ധ അമ്മയുടെ കൈകളിലേക്ക് കൊടുക്കുക. 10 റോസാപ്പൂ കൊണ്ടുണ്ടാക്കിയ ഒരു പൂച്ചുണ്ട്. അപ്പം ഇനി നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ജപമാല ചൊല്ലാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കരം പിടിക്കട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.